Hi guys, it's me Rias. You are watching Rias Tech World YouTube channel. അപ്പോൾ നമ്മൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് കിടക്കുകയാണ്. ഇന്നൊരു റീസ്റ്റോറേഷൻ പ്രോസസ്സാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സാംസങ് ഗാലക്സി ഓൺ നെക്സ്റ്റ് ആണ് ഇന്നത്തെ ഡിവൈസ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ സുഹൃത്തുക്കളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തണം. Subscribe now and press the bell icon. Never miss an update. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് റീസ്റ്റോറേഷനാണ്. റീസ്റ്റോറേഷൻ എന്ന് വെച്ചാൽ സാംസങ് ഗാലക്സി J7 പ്രൈം G610 ഇത് കണ്ടോ. കണ്ടോ, ലൈറ്റ് ഉണ്ട്, മീൻസ് ബോർഡ് ഓക്കെയാണ്. ബാക്കി എന്താണെന്നുള്ളത് അഴിച്ചാലേ അറിയത്തുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിന് കുറേ പരിപാടിയുണ്ട്, കുറേ കംപ്ലയിൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഇതിപ്പം ഡിസ്പ്ലേ നമുക്ക് റിമൂവ് ചെയ്യണം. സെയിം ബാറ്ററി ഡാമേജ് ആണോ ഇല്ലയോ നോക്കണം. ബാറ്ററി ഇതാ തള്ളി വെളിയിൽ വന്നിട്ടുണ്ട്. ഈ ഫ്രെയിം നോക്കണം. ഓക്കെ, ബെൻഡുണ്ട് ഇതാ ഇവിടെ കണ്ടോ, ബെൻഡ് നോക്കണം. അപ്പോൾ ഈ ബെൻഡ് നോക്കുന്നതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ സെപ്പറേറ്റ് ഇടാം. അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം അല്ലെങ്കിൽ വീഡിയോ ലെങ്ത് കൂടിപ്പോവും. ഇത് തന്നെ കുറച്ച് ലെങ്തി ആയിരിക്കാം. സോ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോസ് കാണുമ്പം സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പർ ആവണം. എന്നാലും പുതിയ വീഡിയോസ്, ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഡിസ്പ്ലേ റിമൂവ് ചെയ്യണം. ഓക്കെ, അപ്പം സ്ക്രീൻ സെപ്പറേറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസ്പ്ലേ അഴിക്കുന്നത്. പതിവ് പോലെ നമ്മൾ സ്ക്രീൻ സെപ്പറേറ്ററിൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. തിന്നർ ജസ്റ്റ് ഒന്ന് 4 മൂലയ്ക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത് എല്ലാ ഡിസ്പ്ലേയും, പൊട്ടിയതും പൊട്ടാത്തതും എല്ലാ ഡിസ്പ്ലേയിലും അപ്ലൈ ചെയ്യാവുന്ന ഒരൊറ്റ മെത്തേഡാണിത്. തിന്നർ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നൈസായിട്ട് അഴിക്കാൻ പറ്റും. ഇത് ഫുള്ള് പൊട്ടിയിരിക്കുന്നതുകൊണ്ട് ഇപ്പം എപ്പോഴും കാണിക്കേണ്ട കാര്യമില്ല, എങ്കിലും ഞാനിത് കാണിക്കുക. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ സ്ട്രിപ്പ് ഒഴിവാക്കി വേണം നമ്മൾ ഡിസ്പ്ലേ റിമൂവ് ചെയ്യാൻ. ഫുള്ള് തിന്നർ യൂസ് ചെയ്യുമ്പം ഓൾറെഡി ഗം മെൽറ്റ് ആയിരിക്കും. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ തിന്നറൂടെ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഗമ്മ് പീലായി വരും. ഇത് സിമ്പിൾ ടെക്നിക്കാണ്. ഒന്ന് മനസ്സിരുത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നൊരു സിമ്പിൾ ടെക്നിക്കാണ് കോംബോ റിമൂവ് ചെയ്യുന്നത്. ഇപ്പം ഡിസ്പ്ലേ നമ്മൾ അഴിച്ചിട്ടുണ്ട്. ബാറ്ററിയുടെ കേസ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ബാറ്ററി കണ്ടില്ലേ, ഓപ്പോസിറ്റ് സൈഡ് തള്ളി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് അഴിച്ച സ്ഥിതിക്ക് നമുക്ക് ഗമ്മ് അതായത് മെഷീൻ യൂസ് ചെയ്യുവാണെങ്കിൽ ഗമ്മ് പെട്ടെന്ന് പീൽ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സ്ക്രൂ ഒക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. ബാറ്ററി നമുക്ക്
ബാറ്ററി കണ്ടില്ലേ, ബൾജല്ല, അതിൻ്റെ ഷേക്ക് വന്നിട്ടേ ആ ഫോഴ്സിൽ ബാറ്ററി ബെൻഡായിട്ടുണ്ട്. അതായത് അപ്സൈഡ് ബൾജിങ് ഉണ്ട്. അതുപോലെ തന്നെ ഫ്രെയിമും അപ്സൈഡ് ബൾജിങ് ആണ്, കണ്ടില്ലേ. അപ്പം ഇത് നമുക്കൊന്ന് ചെയ്യേണ്ടി വരും. ഇത് സിമ്പിളാണ്. ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്ലെയിൻ സർഫസിൽ വെച്ചിട്ട് ഹാർഡായിട്ടുള്ള എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി. ഇപ്പോൾ ബാറ്ററി അഴിക്കണം. ഈ ബാറ്ററി അഴിക്കാനേ അതും ഒരു ഈസി സിമ്പിൾ മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. അതും തിന്നർ യൂസ് ചെയ്തിട്ട് ഇതുപോലെ 4 സൈഡിലും തിന്നർ സ്പ്രെഡ് ചെയ്യുക. കാരണം ഈ 4 സൈഡിലാണ് ഗം ചെയ്തിരിക്കുന്നത്. ഈ തിന്നർ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. ഇത് കണ്ടോ, ഒരുപാട് സ്ട്രെയിൻ ചെയ്യാതെ തന്നെ ബാറ്ററി റിമൂവ് ചെയ്യുന്ന ഒരു ഇൻബിൽറ്റ് ബാറ്ററി ഏതായാലും ഈ രീതിയിൽ വേണം നിങ്ങൾക്ക് റിമൂവ് ചെയ്യാൻ. ഇത് കണ്ടോ, നമ്മൾ ഒന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെ ബാറ്ററി നൂത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ഫ്രെയിം ബെൻഡുണ്ട്. ഫ്രെയിം ബെൻഡ് എങ്ങനെയാണ് നോക്കുന്നതെന്ന് ഞാൻ പ്രത്യേകം ഒരു വീഡിയോ തന്നെ ഇടാം. സിമ്പിളാണ്, പക്ഷേ എന്താ പറയുക, ആദ്യമായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റേതായ സ്ട്രഗിൾ ഉണ്ടാവും. നമ്മളൊക്കെ എന്താ പറയുക, സ്വന്തമായിട്ട് ചെയ്ത് പഠിച്ചത്, ആരും ചെയ്ത് കണ്ടു പഠിച്ചതല്ല. ഐഫോണിനകത്ത് എന്താ പറയുക, ഐഫോൺ ചെയ്ത് പഠിച്ചവർക്ക് സിമ്പിളായിട്ട് ഫ്രെയിം ബെൻഡ് നോക്കുക. ഐഫോണാണ് പെട്ടെന്ന് ഫ്രെയിം ബെൻഡ് ആവുന്നത്, മനസ്സിലായില്ലേ. അപ്പം നമ്മൾ ബാറ്ററി റിമൂവ് ചെയ്തു, ഫ്രെയിമിൻ്റെ ബെൻഡ് നൂത്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡിസ്പ്ലേ ഇട്ടൊന്ന് ചെക്ക് ചെയ്യാം. ബാറ്ററി നമ്മൾ മാക്സിമം നൂത്തിട്ടുണ്ട്. ബോർഡ് ഷോട്ട് ചെക്ക് ചെയ്തിട്ടില്ല, എങ്കിലും ഇതൊന്നിട്ട് നോക്കാം. ഇപ്പം നമ്മൾ സ്ക്രൂ ചെയ്തിട്ടുണ്ട്. ഇനി ബെൻഡൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്, ബാക്കൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്, ബെൻഡ് ക്ലിയർ ആയിട്ടുണ്ട്. എപ്പോഴും എല്ലാവരും ഈ കോംബോ മാറുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബാക്കിൽ വരുന്ന ഈ ലെയർ ഉണ്ടല്ലോ, ഇത് റിമൂവ് ചെയ്തിട്ട് വേണം കോംബോ ഫിക്സ് ചെയ്യാൻ. വേറെ ഒന്നും കൊണ്ടല്ല, ഇതിനുള്ള സ്പേസ് ഈ ഡിസ്പ്ലേക്കകത്ത്, അതായത് ഇത് ഒറിജിനൽ ഡിസ്പ്ലേ വരുന്ന LED ആണ്, അതിനുള്ള സ്പേസേ ഈ കാണുന്ന ഫ്രെയിമിനകത്തുള്ളൂ. അപ്പോൾ ഒരു ശകലം പോലും, ഒരു 0.1 മില്ലിമീറ്റർ പോലും അതിനകത്ത് സ്പേസ് ഇല്ല വേറെ. ഡിസ്പ്ലേയിൽ ഗമ്മിടാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പ്, അതിന് പ്രത്യേകിച്ച് കാണിച്ചു തരേണ്ട കാര്യമില്ല. ഈ ഗമ്മ് സീരിയലായിട്ട് ഇടരുത്, പാരലായിട്ട് ഇടാം, എന്നാലേ അത് പെട്ടെന്ന് പിടിക്കത്തുള്ളൂ. നമ്മൾ ഡിസ്പ്ലേ ഫിക്സ് ചെയ്യുന്നു. ഇതിന് നമ്മൾ
ഇതിന് നമ്മൾ റബ്ബറാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, റബ്ബർ ഇടുന്നത് ഓരോരുത്തരുടെയും ഇഷ്ടം അനുസരിച്ച് യൂസ് ചെയ്യാം. ഇട്ട റബ്ബറിനൊരു പിടുത്തം വരാൻ ക്രോസ് ഇടാറുണ്ട്. അപ്പോൾ നമ്മുടെ റെസ്റ്റോറേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കാണുന്ന എല്ലാവരും വീഡിയോ അവസാനം വരെ കാണണം. കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തണം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വരാം.